മലയാള സിനിമയെക്കുറിച്ചും മലയാള സിനിമ ഇൻഡസ്ട്രിയെക്കുറിച്ചും കുറച്ച് വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആസ് എ പ്രേക്ഷകൻ എന്ന നിലയിൽ മലയാള സിനിമ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പടങ്ങൾ പുതിയ സംവിധായകരായിക്കോട്ടെ, പുതിയ ടെക്നീഷ്യന്മാരായിക്കോട്ടെ, അവരുടെയൊക്കെ പ്രയത്നം കൊണ്ട് നല്ല കാമ്പുള്ള സിനിമകൾ മലയാള സിനിമയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2-3 വർഷത്തെ ഒരു മലയാള സിനിമയുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. എല്ലാ സിനിമയും 100 കോടി ക്ലബിൽ കയറണം അങ്ങനെയൊന്നുമില്ല. നമുക്കൊക്കെ ഒരു അഭിമാനം തോന്നുന്ന ചില സന്ദർഭങ്ങളുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ സിനിമയെ കുറിച്ച് മറ്റ് രാജ്യങ്ങളിലെ ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ മറ്റ് സ്റ്റേറ്റുകളിലുള്ളവരൊക്കെ നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയെ കുറിച്ച് വാനോളം പുകഴ്ത്തി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പെട്ടെന്നൊരു ദിവസം ഒരു പത്രസമ്മേളനം നടത്തി സുരേഷ് കുമാർ എന്ന പ്രൊഡ്യൂസറെ പോലുള്ള ഒരാൾ മലയാള സിനിമയെ അടച്ച് ആക്ഷേപിക്കുന്ന ഒരു തലത്തിലേക്ക് ശരിക്ക് ആ ഒരു പത്രസമ്മേളനം കണ്ട സമയത്ത് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയത് അയാളുടെ ഒരു ധാർഷ്ട്യവും അതുപോലെ തന്നെ ആ ഒരു ബൂർഷ സ്വഭാവം അതുപോലെയാണ് എനിക്ക് അത് പ്രകടിപ്പിക്കുന്ന ഒരു വേദിയായിട്ടാണ് ആ ഒരു പത്രസമ്മേളനം എനിക്ക് തോന്നിയത്. ആൾ മാത്രം മതി, അതല്ലെങ്കിൽ അവരുടെ ഒരു കോക്കസ് മാത്രം മലയാള സിനിമയിൽ മതി, മറ്റുള്ളവർക്കൊന്നും വേണ്ട എന്നുള്ള തലത്തിൽ അത് ഒരിക്കലും ശരിയല്ല. ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സംസാരിച്ച് അത് സിനിമക്കകത്ത് തന്നെ ആ ഒരു സംഘടനക്കകത്ത് തന്നെ തീർക്കേണ്ട വിഷയങ്ങളായിരുന്നു. എല്ലാ സിനിമകളും പ്രേക്ഷകർ പോയി കണ്ട് വിജയിപ്പിച്ചു കൊടുക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ നല്ല സിനിമകളുമായിട്ട് നിങ്ങൾ വരൂ, സിനിമകൾ വിജയിക്കും, സംശയമില്ല. നിങ്ങൾ നല്ല സിനിമകളുമായിട്ട് വന്നു കഴിഞ്ഞാൽ സിനിമ വിജയിക്കും, കാണാൻ പ്രേക്ഷകരുണ്ട്. അതേ സമയത്ത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത സിനിമകളുമായിട്ട് വന്ന് ആ സിനിമകളും വിജയിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഇത് വെറുതെ പോയിട്ട് ടിക്കറ്റ് എടുത്ത് കാണുന്ന പ്രേക്ഷകർ എല്ലാ സിനിമയും അങ്ങനെ പോയി കാണുമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന ഒരു പ്രാക്ടിക്കൽ അല്ല അങ്ങനത്തെ കാര്യങ്ങൾ.